SSLC പരീക്ഷയ്ക്ക് ഫിസിക്സിലെ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന ചാപ്റ്ററിൽ നിന്നും ഫോക്കസ് ഏരിയയെ ബേസ് ചെയ്ത് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതിൽ ഫോക്കസ് ഏരിയയിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് നോക്കാം. ആദ്യം റിഫ്ലക്ഷൻ, നെക്സ്റ്റ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ, നെക്സ്റ്റ് ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, മിറർ ഇക്വേഷൻ, മാഗ്നിഫിക്കേഷൻ, പ്രോബ്ലംസ് യൂസിങ് മിറർ ഇക്വേഷൻ ആൻഡ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ഇത്രയും ഭാഗങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആദ്യം നമുക്ക് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്താണെന്ന് നോക്കാം. ലൈറ്റ് ഫാളിംഗ് ഓൺ ദ സർഫസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് വിച്ച് കംസ് ബാക്ക് ടു ദ സെയിം മീഡിയം. ലൈറ്റ് ഒരു വസ്തുവിൽ തട്ടി തിരിച്ച് അതേ മീഡിയത്തിലേക്ക് തിരിച്ചു വരുന്നതിനെയാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്താണെന്ന് നോക്കാം. രണ്ട് ലോസാണുള്ളത്. ഫസ്റ്റ് വൺ, when light is reflected from a smooth surface, the angle of incidence and angle of reflection are equal. That is, angle I is equal to angle R. ലൈറ്റ് ഒരു സ്മൂത്ത് സർഫസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കും. അതായത് ആംഗിൾ I is equal to ആംഗിൾ R. Second law, the incident ray, reflected ray and normal to the surface are in the same plane. Incident ray, reflected ray, normal. ഇത് മൂന്നും സെയിം പ്ലെയിനിലായിരിക്കും. നെക്സ്റ്റ്, ഇമേജ് ഫോർമേഷൻ ഇൻ എ കോൺകേവ് മിറർ. കോൺകേവ് മിററിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഇമേജ് ഫോർമേഷൻ എന്ന് നോക്കാം. ആദ്യം ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സി എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് കർവേച്ചറാണ്. പി അതിൻ്റെ പോളാണ്. എഫ് പ്രിൻസിപ്പൽ ഫോക്കസാണ്. ഇനി കോൺകേവ് മിററിൽ ഒബ്ജക്റ്റ് ഡിഫറെൻറ്റ് പ്ലേസസിൽ നമ്മൾ വെക്കുമ്പോൾ എങ്ങനെയാണ് ഇമേജിൻ്റെ പൊസിഷൻ മാറുന്നതെന്നും ഇമേജിൻ്റെ നേച്ചർ എങ്ങനെയായിരിക്കുമെന്നും നോക്കാം. ഫസ്റ്റ് വൺ, ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലായിരിക്കുമ്പോൾ പൊസിഷൻ ഓഫ് ഇമേജ് അറ്റ് ഫോക്കസ്. ഇമേജിൻ്റെ പൊസിഷൻ ഫോക്കസിലായിരിക്കും. നേച്ചർ ഓഫ് ദ ഇമേജ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, ഹൈലി ഡിമിനിഷ്ഡ്. ഇമേജിൻ്റെ നേച്ചർ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും, അതേപോലെ ഹൈലി ഡിമിനിഷ്ഡ് ആയിരിക്കും. ആദ്യം നമ്മൾ വെച്ചത് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റിയിൽ ഇമേജിൻ്റെ പൊസിഷൻ അറ്റ് ഫോക്കസ് ആയിരിക്കും. അതുപോലെ ഇമേജിൻ്റെ നേച്ചർ റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, ഹൈലി ഡിമിനിഷ്ഡ്. നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റ് ബിയോണ്ട് സി. ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ബിയോണ്ട് സി ആണ്. അപ്പോൾ ഇമേജിൻ്റെ പൊസിഷൻ ബിറ്റ്വീൻ എഫ് ആൻഡ് സി. എഫിനും സിക്കും ഇടയിലായിരിക്കും ഇമേജ് ഉണ്ടാവുക. ഇമേജിൻ്റെ നേച്ചർ എന്താണെന്ന് നോക്കാം. റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, ഡിമിനിഷ്ഡ്. ഒബ്ജക്റ്റ് ബിയോണ്ട് സി ആയിരിക്കുമ്പോൾ ഇമേജിൻ്റെ പൊസിഷൻ ബിറ്റ്വീൻ എഫ് ആൻഡ് സി ആണ്. ഇമേജിൻ്റെ നേച്ചർ റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, ഡിമിനിഷ്ഡ്. നെക്സ്റ്റ് വൺ, അറ്റ് സി. ഒബ്ജക്റ്റ് അറ്റ് സി. ഒബ്ജക്റ്റ് സെൻറ്റർ ഓഫ് കർവേച്ചറിലായിരിക്കുമ്പോൾ പൊസിഷൻ ഓഫ് ഇമേജ്, ഇമേജിൻ്റെ പൊസിഷൻ അറ്റ് സി, സിയിൽ തന്നെ ആയിരിക്കും. ഇമേജിൻ്റെ നേച്ചർ സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. അതായത് ഒബ്ജക്റ്റിൻ്റെ അതേ സൈസിലുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ നേച്ചർ റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, റിയലും ഇൻവേർട്ടഡും ആയിരിക്കും ഇമേജ്. നെക്സ്റ്റ് വൺ, ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഒബ്ജക്റ്റ് നമ്മൾ സിക്കും എഫിനും ഇടയിൽ വെക്കുമ്പോൾ പൊസിഷൻ ഓഫ് ഇമേജ്, ഇമേജിൻ്റെ പൊസിഷൻ ബിയോണ്ട് സി ആയിരിക്കും. ഇമേജിൻ്റെ നേച്ചർ റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, എൻലാർജഡ്. ഒബ്ജക്റ്റ് നമ്മൾ സിക്കും എഫിനും ഇടയിൽ വെക്കുമ്പോൾ ഇമേജിൻ്റെ പൊസിഷൻ ബിയോണ്ട് സി ആയിരിക്കും. അതിൻ്റെ നേച്ചർ റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, എൻലാർജ്ഡ്. അങ്ങനെയുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുക. നെക്സ്റ്റ്, ഒബ്ജക്റ്റ് അറ്റ് എഫ്. എഫിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ പൊസിഷൻ ഓഫ് ഇമേജ്, ഇമേജിൻ്റെ പൊസിഷൻ അറ്റ് ഇൻഫിനിറ്റി, ഇൻഫിനിറ്റിയിലായിരിക്കും. നേച്ചർ ഓഫ് ഇമേജ്, ഇമേജിൻ്റെ നേച്ചർ റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, ഹൈലി എൻലാർജ്ഡ്. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും.
അതുപോലെ ഹൈലി എൻലാർജ്ഡ് ഇമേജും ആയിരിക്കും നമുക്ക് കിട്ടുക. നെക്സ്റ്റ് വൺ, ബിറ്റ്വീൻ എഫ് ആൻഡ് പി. ഒബ്ജക്റ്റ് നമ്മൾ എഫിനും പിക്കും ഇടയിലാണ് വെക്കുന്നതെങ്കിൽ പൊസിഷൻ ഓഫ് ഇമേജിൻ്റെ പൊസിഷൻ ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും നമുക്ക് കിട്ടുക. നെക്സ്റ്റ്, നേച്ചർ ഓഫ് ദ ഇമേജിൻ്റെ നേച്ചർ എങ്ങനെയായിരിക്കും? വെർച്വൽ ആൻഡ് ഇറക്റ്റ്, എൻലാർജ്ഡ്. വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുക, അതുപോലെ എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും കിട്ടുക. നെക്സ്റ്റ്, ഇമേജ് ഫോർമേഷൻ ഇൻ എ കോൺവെക്സ് മിറർ. കോൺവെക്സ് മിററിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നതെന്ന് നോക്കാം. കോൺവെക്സ് മിററിൻ്റെ കാര്യത്തിൽ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജിൻ്റെ പൊസിഷൻ അറ്റ് ഫോക്കസിലായിരിക്കും. നേച്ചർ ഓഫ് ദ ഇമേജ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്, ഹൈലി ഡിമിനിഷ്ഡ് ഇമേജാണ് നമുക്ക് ലഭിക്കുക. അത് കഴിഞ്ഞിട്ടുള്ള ഏത് പൊസിഷനിൽ വെച്ചാലും ഇമേജ് ഈസ് ഫോംഡ് ഇൻ ബിറ്റ്വീൻ ദ പോൾ ഓഫ് ദ മിറർ ആൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഇമേജ് ഫോം ചെയ്യുന്നത് പോളിനും ഫോക്കസിനും ഇടയിലായിരിക്കും. നേച്ചർ ഓഫ് ദ ഇമേജ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്, ഡിമിനിഷ്ഡ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ മിറർ. മിറർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഫസ്റ്റ് വൺ, ഫോർ ഒബ്സർവിങ് ദ ഫേസ്. സെക്കൻഡ് വൺ, used as rear view mirror. Next, used as solar concentrators. Next, used as headlight of car. Next, used as shaving mirror. Next, used by dentist. Answers നോക്കാം. First one, for observing the face. നമ്മൾ മുഖം നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മിറർ ഏതാണ്? ആൻസർ, പ്ലെയിൻ മിറർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂസ്ഡ് ആസ് റിയർ വ്യൂ മിറർ. റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്ന മിറർ ഏതാണ്? ആൻസർ, കോൺവെക്സ് മിറർ. നെക്സ്റ്റ്, യൂസ്ഡ് ആസ് സോളാർ കോൺസെൻട്രേറ്റേഴ്സ്. സോളാർ കോൺസെൻട്രേറ്റേഴ്സായി ഉപയോഗിക്കുന്ന മിറർ ഏതാണ്? ആൻസർ, കോൺകേവ് മിറർ. നെക്സ്റ്റ്, യൂസ്ഡ് ആസ് ഹെഡ്ലൈറ്റ് ഓഫ് കാർ. കാറിൻ്റെ ഹെഡ്ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മിറർ ഏതാണ്? ആൻസർ, കോൺകേവ് മിറർ. നെക്സ്റ്റ്, യൂസ്ഡ് ആസ് ഷേവിംഗ് മിറർ. ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നത് ഏത് മിററാണ്? ആൻസർ, കോൺകേവ് മിറർ. നെക്സ്റ്റ്, മിറർ യൂസ്ഡ് ബൈ ഡെൻറ്റിസ്റ്റ്. ഡെൻറ്റിസ്റ്റ് ഉപയോഗിക്കുന്ന മിറർ ഏതാണ്? ആൻസർ, കോൺകേവ് മിറർ. നെക്സ്റ്റ് പോയിന്റ്, മിറർ ഇക്വേഷൻ. What is mirror equation? 1 by f is equal to 1 by u plus 1 by v. ഇതാണ് മിറർ ഇക്വേഷൻ. 1 by f is equal to 1 by u plus 1 by v. Here f is the focal length. Focal length is the distance between pole and the principal focus. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ പോളിനും പ്രിൻസിപ്പൽ ഫോക്കസിനും ഇടയിലുള്ള ദൂരമാണ്. u is the distance to object from the mirror. u എന്ന് പറഞ്ഞാൽ മിററിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ്. v is the distance to the image from the mirror. v എന്ന് പറഞ്ഞാൽ മിററിൽ നിന്നും ഇമേജിലേക്കുള്ള ദൂരമാണ്. ഇനി എഫിലും വിയിലും യുവിലും നമുക്കിതിൽ നിന്നും ഇക്വേഷൻസ് ഉണ്ടാക്കാം. അത് കാണാതെ പഠിക്കുക. എഫ് ഇസ് ഈക്വൽ ടു യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി. വി ഇസ് ഈക്വൽ ടു യു എഫ് ഡിവൈഡഡ് ബൈ യു മൈനസ് എഫ്. യു ഇസ് ഈക്വൽ ടു വി എഫ് ഡിവൈഡഡ് ബൈ വി മൈനസ് എഫ്. അപ്പോൾ ഈ 3 ഇക്വേഷൻസും കാണാതെ പഠിക്കുക. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് മാഗ്നിഫിക്കേഷൻ? മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Magnification is the ratio of the height of the image to the height of the object. Magnification എന്ന് പറഞ്ഞാൽ ഇമേജിൻ്റെ ഹൈറ്റും ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ്. m is equal to hi ഡിവൈഡഡ് ബൈ ho. ഇവിടെ hi എന്ന് പറഞ്ഞാൽ ഇമേജിൻ്റെ ഹൈറ്റാണ്, ho എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റാണ്. ഇനി ഇവിടെ ഓർമ്മിച്ച് വെക്കേണ്ട വേറൊരു ഇക്വേഷനും കൂടിയുണ്ട്. m is equal to minus v by u. v എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം.
വി എന്ന് പറഞ്ഞാൽ മിററിൻ്റെ പോളിൽ നിന്നും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. യു എന്ന് പറഞ്ഞാൽ മിററിൻ്റെ പോളിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്താണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ്, ഡിസ്റ്റൻസസ് ആർ മെഷർ കൺസിഡേർഡ് ദ പോൾ ഓഫ് ദ മിറർ ആസ് ദ ഒറിജിൻ. മിററിൻ്റെ പോൾ ഒറിജിനായി കണക്കാക്കിയാണ് നീളം അളക്കുന്നത്. എല്ലാ അളവുകളും ഒറിജിനിൽ നിന്നാണ് അളക്കേണ്ടത്. സെക്കൻഡ് പോയിന്റ്, ദോസ് മെഷേർഡ് ടു ദ റൈറ്റ് ഫ്രം ഒ ആർ പോസിറ്റീവ് ആൻഡ് ദോസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആർ നെഗറ്റീവ്. ഒയിൽ നിന്നും വലത്തോട്ട് അളക്കുന്നത് പോസിറ്റീവും എതിർ ദിശയിൽ അളക്കുന്നത് നെഗറ്റീവുമായിരിക്കും. തേർഡ് പോയിന്റ്, distances measured upwards from x-axis are positive and those downwards are negative. x-axisന് മുകളിലേക്കുള്ള ദൂരം പോസിറ്റീവും താഴേക്കുള്ളത് നെഗറ്റീവുമായിരിക്കും. ഫോർത്ത് പോയിന്റ്, the incident ray is to be considered as traveling from left to right. ഇൻസിഡൻറ്റ് റേ ഇടത്തു നിന്ന് വലത്തോട്ട് സഞ്ചരിക്കുന്നതായി പരിഗണിക്കേണ്ടതാണ്. അപ്പോൾ ഈ 4 പോയിൻറ്റ്സാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനിൽ ഓർമ്മിച്ച് വെക്കേണ്ടത്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. എ ഷേവിംഗ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് 72 cm ഈസ് കെപ്റ്റ് ഇൻ എ ബ്യൂട്ടി ക്ലിനിക്. എ മാൻ യൂസസ് ഇറ്റ് സ്റ്റാൻഡിംഗ് 18 cm away from the mirror. At what distance will the image be formed? Is the image real or virtual? What is the magnification of the image? A shaving mirror of focal length 72 cm is kept in a beauty clinic. 72 cm focal length ഉള്ള ഒരു ഷേവിംഗ് മിറർ ഒരു ബ്യൂട്ടി ക്ലിനിക്കിൽ വെച്ചിരിക്കുന്നു. A man uses it standing 18 cm away from the mirror. മിററിൽ നിന്നും 18 cm ദൂരെ ഒരാൾ നിൽക്കുന്നു. At what distance will the image be formed? ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയായിരിക്കും? Is the image real or virtual? ഇമേജ് റിയൽ ആയിരിക്കുമോ വെർച്വൽ ആയിരിക്കുമോ? ഇമേജിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും? വാട്ട് ഈസ് ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഇമേജ്? ഇമേജിൻ്റെ മാഗ്നിഫിക്കേഷൻ എത്രയായിരിക്കും? ആൻസർ നോക്കാം. ഹിയർ ഷേവിംഗ് മിറർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്നത് കോൺകേവ് മിററാണ്. സോ എഫ് ഇസ് ഈക്വൽ ടു 72 cm എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫോക്കൽ ലെങ്ത് 72 cm. കോൺകേവ് മിറർ ആയതുകൊണ്ട് ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പ്രകാരം അറിയാം കോൺകേവ് മിററിൻ്റെ കാര്യത്തിൽ ഫോക്കൽ ലെങ്ത് നെഗറ്റീവാണ്. സോ എഫ് ഇസ് ഈക്വൽ ടു -72 cm. അടുത്തായിട്ട് യു തന്നിട്ടുണ്ട്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 18 cm ആണ്. അതും കോൺകേവ് മിറർ ആയത് കാരണം യുവും നെഗറ്റീവ് ആയിരിക്കും. -18 cm. ഇവിടെ കാണേണ്ടത് വിയും എമ്മും ആണ്. വി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. വി ഇസ് ഈക്വൽ ടു യു എഫ് ഡിവൈഡഡ് ബൈ യു മൈനസ് എഫ്. യു എന്ന് പറഞ്ഞാൽ -18 ആണ്. എഫ് എന്ന് പറഞ്ഞാൽ -72 ആണ്. സോ -18 ഇൻറ്റു -72 ഡിവൈഡഡ് ബൈ -18 മൈനസ് -72. -18 ഇൻറ്റു -72 എന്ന് പറഞ്ഞാൽ 1296 ആണ്. ഇനി നമുക്ക് ഡിവൈഡഡ് ബൈ -18 മൈനസ് -72 ആണ്. -18 പ്ലസ് 72 ആവും. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്. അതുകൊണ്ട് -18 പ്ലസ് 72 ദാറ്റ് ഈസ് ഈക്വൽ ടു 1296 ഡിവൈഡഡ് ബൈ 54. -18 പ്ലസ് 72 നമുക്കറിയാം വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. സോ 72 മൈനസ് 18 54 ആണ്. 1296 ഡിവൈഡഡ് ബൈ 54 എന്ന് പറഞ്ഞാൽ 24 ആണ്. അപ്പോൾ 24 ആണ് ആൻസർ. വി ഈസ് ഈക്വൽ ടു 24 cm. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇസ് ദ ഇമേജ് റിയൽ ഓർ വെർച്വൽ? ഇമേജ് റിയൽ ആയിരിക്കുമോ വെർച്വൽ ആയിരിക്കുമോ എന്നാണ് ചോദ്യം. ആൻസർ ഇറ്റ് ഈസ് വെർച്വൽ. ഇമേജ് വെർച്വൽ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഇമേജ്? ഇമേജിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും?
ഇക്വേഷൻ നമുക്കറിയാം m is equal to minus v divided by u. ഇവിടെ യുവും വിയും നമുക്കറിയാം, അതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് m is equal to hi by ho എന്നുള്ള ഇക്വേഷനാണ്. അതിൽ hiയും hoയും നമുക്ക് കാണണം, നമുക്ക് ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ ആ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് m is equal to minus v divided by u ആ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. m is equal to minus v by u. v is equal to 24 cm, u is equal to minus 18 cm ആണ്. സോ minus 24 divided by minus 18, മൈനസും കൂടി കട്ടായി പോവും. ആൻസർ ഈസ് 1.33. ഇനി നിങ്ങൾക്ക് ചെയ്യാനൊരു ക്വസ്റ്റ്യൻ തരാം. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യം ശരി ഉത്തരം അയക്കുന്നയാളുടെ കമൻറ്റ് പിൻ ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യൻ: A lighted candle is kept at a distance of 40 cm from a concave mirror of focal length 20 cm. Its image is formed on a screen. Find out the magnification. Okay, thank you. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലാക്കുക. Okay, thank you for watching.